viewers, welcome back to my channel The Untold Stories. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു സ്കിൻ മോയ്സ്ചറൈസർ ആണ്. ബയോട്ടിക്കിൻ്റെ ഒരു വിസിബിളി ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണിത്. ആൻഡ് ഓൾസോ ഇതൊരു അഡ്വാൻസ്ഡ് ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം 100% ബൊട്ടാനിക്കൽ എക്സ്ട്രാക്ട്സ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മോയ്സ്ചറൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ നമ്മുടെ ഫേസ് ക്ലീൻ ആക്കുക. എന്നിട്ട് കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സെറം യൂസ് ചെയ്യണം. അപ്പം ഇവർ തന്നെ ബയോ മോർണിംഗ് നെറ്റിൻ്റെ ഒരു സെറം ഉണ്ട്, അത് യൂസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം വിസിബിളി നമുക്ക് കുറച്ച് നല്ല ഡിഫറൻസ് കാണും. നമ്മുടെ സ്കിന്നിലെ ലൈൻസ് ഒക്കെ പോയിട്ടും കുറച്ച് റിപ്ലനിഷ്ഡ് ആയിട്ടും അതേപോലെ സ്കിന്നൊക്കെ കുറച്ച് ഒരു ബ്രൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 റുപ്പീസാണ്. പിന്നെ 120 ml ആണ് ഇതിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി വരുന്നത്. ആൻഡ് 3 years നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇവരിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബദാം സീഡ് ഓയിലൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഇതിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കൊരു കോസ്മെറ്റിക് പ്രൊഡക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മളുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു സ്കിൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടും നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഈവൻലി തന്നെ നെക്കിലും അതേപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണം. നൈറ്റും അതേപോലെ മോർണിംഗും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ മോയ്സ്ചറൈസറാണിത്. ഒരു ക്രുവൽറ്റി ഫ്രീ പ്രൊഡക്റ്റാണ്, അതായത് ഒരു ആനിമൽ ടെസ്റ്റിങ്ങും ഇല്ല. പിന്നെ ഇവിടെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് ബയോടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഈ ഒരു റേറ്റിന് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ബോട്ടിൽ കാണുമ്പോൾ തന്നെ തിരിയും. 199 റുപ്പീസിന് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3 yearsോളം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫേസിലും നെക്കിലുമാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടും ബ്രൈറ്റ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യേണ്ടത് ഫേസിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള മോയ്സ്ചറൈസറാണിത്. പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു ബയോട്ടിക്കിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ ആണെങ്കിലും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഇത് അപ്ലൈ ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് അബ്സോർബായി പോവില്ല. പക്ഷെ എന്നാലും കുറച്ചൊരു ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ചൊരു നേരം നിൽക്കും. പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആയി പോവില്ല. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു ഓയിലി ഫീലിങ്ങും തരാത്ത ടൈപ്പ് ഒരു സ്കിൻ മോയ്സ്ചറൈസറാണിത്. എസ്പെഷ്യലി നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര ഒരു തിക്ക് ജെല്ലി ടൈപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ഗ്രീസി ഫീൽ ഉണ്ടാവും നമ്മുടെ ഫേസിന്. അങ്ങനെയുള്ള ഇഷ്യൂസൊന്നുമില്ല. അപ്പം ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് കൂടുതൽ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റുകളിലും അതേപോലെ എൻ സ്ക്രീനിലും ഐ ബട്ടണിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ വാച്ച് ചെയ്യുക. Thank you.